ഹലോ, ഞാനാണെങ്കിലേ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് കുറേ തവണയായി വീഡിയോ എടുത്ത് അത് പറയാം. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ഞാൻ അഥവാ ചിരിച്ചാൽ നിങ്ങൾ എൻ്റെ അടുത്ത് ക്ഷമിക്കണേ മക്കളെ. അതായത് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. ഒരു പതിവൃതയായ ഒരു സ്ത്രീയുണ്ട്. അതായത് അവര് 3 ഭർത്താക്കന്മാരോടൊപ്പം പോയി 3 മക്കളെ ജനിപ്പിച്ചു. അവർ ഹലാലായ രീതിയിൽ ഇസ്ലാം മത ആചാരപ്രകാരം 3 കല്യാണം കഴിച്ചു, 3 മക്കളെ പ്രസവിച്ചു. ഇപ്പം 4ാമത് വീണ്ടും മുസ്ലിമായ രീതിയിൽ കല്യാണം കഴിച്ച് 4ാമതൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് കഠിന പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ ഒരു സ്ത്രീ ഒരു വീഡിയോ എങ്ങാണ്ട് ചെയ്തിരിക്കുകയാണ്. അതായത് പിന്നെ അവർ 3 കുട്ടികളെ ജനിപ്പിച്ചു. അവരുടെ 3 കുട്ടികളുടെയും ബാപ്പമാര് അവളോട് ചോദിച്ചിട്ടില്ല, എൻ്റെ മക്കൾ തന്നെയാണ് അത് എന്ന് അവര് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് പറഞ്ഞെന്ന്. നിന്റെ മക്കൾ എൻ്റെ മക്കൾ തന്നെയാണ് എന്ന് പറഞ്ഞ് എന്ന് അല്ലേ ഇക്ക എന്ന് 4ാമത് ഫൗണ്ടേഷൻ ഇടാൻ വെച്ചേക്കുന്ന സാധനത്തിൻ്റെ അടുത്ത് തിരിഞ്ഞു നോക്കിയിട്ട് പറയുകയാണ് അല്ലേ ഇക്ക. അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് ഈ 4ാമത്തെ ഫൗണ്ടേഷൻകാരെ അവിടെ ഇരുന്നുകൊണ്ട് പറയണുണ്ട് എന്ന്. അല്ലേ, എൻ്റെ മക്കളെ കുറിച്ച് എൻ്റെ ഭർത്താവ് എവിടെ വന്ന് എന്ത് പറഞ്ഞ് എന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ എൻ്റെ മോൻ്റെ പേരിൽ ഇന്ന് വരെയും എൻ്റെ ഭർത്താവ്, എൻ്റെ മകൻ്റെ പിതാവ്, എൻ്റെ മകൻ്റെ ഉപ്പ പൊതുസമൂഹത്തിൽ വന്ന് എനിക്ക് എൻ്റെ ഭാര്യയെ സംശയമാണ്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ പ്രസവിച്ചത് എൻ്റെ കുഞ്ഞിനെ അല്ല എന്ന് പറയുന്ന ഒരു സ്ഥലം പോലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. ഇത് പറയുന്ന വ്യക്തിയാണെങ്കിലാ എൻ്റെ ഉപ്പാന് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മൂത്ത കുട്ടിയുടെ ഉപ്പ ഒരു ലൈവിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ലൈവ് അവർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചിനെ അവിടെ കൊണ്ടുവന്നിരുത്തിയിട്ട് ആ ഉപ്പാൻ്റെ പേര് പറഞ്ഞ് അഭിസംബോധന ചെയ്യിപ്പിക്കുകയാണ്. എനിക്കറിയാനേ പാടില്ല എന്നാണ് ആ കൊച്ചു പറഞ്ഞത്. അടുത്ത് 2ാമത്തെ കൊച്ചിനെ ഫൗണ്ടേഷൻ ചെയ്യുന്ന സമയത്ത് 2ാമത്തെ കൊച്ചിൻ്റെ ഉപ്പ എന്നെ കണ്ടവൻ്റെ കൊച്ചൊന്നും ഉപ്പാന്ന് വിളിക്കണ്ട എന്ന് പറഞ്ഞെന്ന് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി 3ാമത്തവൻ ഈ ആദ്യത്തെ 2 പിള്ളേരെയും എന്നെ കണ്ടവൻ്റെ മക്കളെ കൊണ്ട് ഉപ്പാന്ന് വിളിപ്പിക്കുന്ന നീ എന്ന് ചോദിച്ചെന്ന് പറയാണ്. ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് വേറൊരു വീഡിയോയിൽ ഇതെൻ്റെ കൊച്ചല്ല എന്ന്. എൻ്റെ മക്കളെന്നും എൻ്റെ മക്കളുടെ ഉപ്പ ഒരിടത്തും വന്നിട്ട് ഒരു സംശയവും ഉന്നയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല എൻ്റെ 6 കുട്ടികളും. സത്യം പറഞ്ഞാൽ ഈ കാര്യം എനിക്ക് പുറത്ത് പറയാനും നാണക്കേട് തോന്നുന്നുണ്ട്. എങ്കിലും ശരിക്കും ഇവരുടെ ക്വാളിറ്റി എന്താണ്, അല്ലെങ്കിൽ ഇവർക്ക് ശരിക്കും ബോധമില്ലേ, ബുദ്ധിയില്ലേ, എന്താണ് സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ കുഞ്ഞിൻ്റെ പിതൃത്വം ചോദിക്കുന്നവൻ സ്വന്തം കുഞ്ഞ് അതിൻ്റെ ഭാര്യ, വയ്യാത്ത ഭാര്യയുടെ ഒപ്പമാണ് ജീവിക്കുന്നത്. ആ കൊച്ചിനൊരു മുട്ടായിത്തുണ്ട് പോലും വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാത്തവൻ അപ്പുറത്ത് ഇവളുടെ കാൽക്കീഴി കിടന്നിട്ട് അത് കിടന്ന് മലന്നിട്ട് പറയുകയാണ് എൻ്റെ കുഞ്ഞിനെ കുറിച്ച്. എടാ, എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞിനെ പോലും വെറുതെ വിടാതെ നിനക്കൊക്കെ എന്ത് വിശ്വാസമാടാ? നീയൊക്കെ എന്ത് വിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നത്? നീയൊക്കെ ഏത് മാന്യമഹാജനങ്ങളാണ്? ഇനി ഇതൊന്നും പോരാ, വേറൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഭർത്താവ് ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് എൻ്റെ സഹോദരൻ എനിക്ക് ക്യാഷ് തന്നു എന്ന്. ക്യാഷ് തന്നാൽ എന്താണ് വിഷയം? എനിക്കിവിടെ പുട്ടടിക്കാനോ എൻ്റെ കാമുകന്മാർക്ക് തിന്നാൻ കൊടുക്കാനോ ഒന്നും അല്ലല്ലോ എൻ്റെ സഹോദരൻ എനിക്ക് ക്യാഷ് തന്നത്. എൻ്റെ ഭർത്താവ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴല്ലേ ക്യാഷ് തന്നത്. സ്വാഭാവികമാണ്, അതൊക്കെ സ്വാഭാവികമായ കാര്യം. ഇവിടെ അതല്ലല്ലോ. എൻ്റെ സഹോദരൻ ഞാൻ അറിയാതെ നിനക്ക് ക്യാഷ് തന്നു, അയാളുടെ ഭാര്യ അറിയാതെ നിനക്ക് ക്യാഷ് തന്നു. ആ ക്യാഷ് ഇന്നും നീ തിരിച്ചു കൊടുത്തില്ല. അത് തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പല ന്യായീകരണങ്ങളും പറയണം. അത് അവിടെ പോട്ടെന്ന് വെക്കാം. എന്നിട്ടും പറയുന്നു അവരെ വീട്ടിൽ പോയിട്ട് ഞാൻ കൊടുക്കുമെന്ന്. നിന്റെ വീട്ടിൽ കൊണ്ടുവന്നാണ് മോളെ അങ്ങേര് പൈസ തന്നത്. സത്യത്തിൽ നിനക്കൊന്നും ബുദ്ധിയില്ലാത്തതാണ്. അത് ജന്മനാ ബുദ്ധിയില്ലാത്തതാണ് മക്കളെ.
അതും പോട്ട് ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് നിന്റെ പിന്നെ കൊച്ചിൻ്റെ സർട്ടിഫിക്കറ്റ് എന്താ സർട്ടിഫിക്കറ്റ് താന്ന് സർട്ടിഫിക്കറ്റ് എൻ്റെ മുസ്ലിമായ സർട്ടിഫിക്കറ്റ്. എടി നീ ആര്? എനിക്ക് മനസ്സിലാവുന്നില്ല, നീ ആര്? നിന്നെ ഞാൻ എന്തിനു ബോധിപ്പിക്കണം? എൻ്റെ സർട്ടിഫിക്കറ്റ്, എൻ്റെ ആധാർ കാർഡ്, എൻ്റെ റേഷൻ കാർഡ്, എൻ്റെ എല്ലാം നിനക്ക് കാണിച്ചു തന്നാലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എനിക്ക് മനസ്സില്ല. പിന്നെ വേറൊരു വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കളൊക്കെ ഹറാമിലുണ്ടായ മക്കളാണ്. ഞാൻ ഈ ഹറാമിലുണ്ടായ മക്കളായിക്കോട്ടെ, എൻ്റെ മക്കളെല്ലാം അവരുടെ ഉപ്പാനെ തന്നെയാണ് ഉപ്പ എന്ന് വിളിക്കുന്നത്. അവർ കഴിക്കുന്ന ഓരോ പറ്റ് ആഹാരവും അവർക്ക് അവകാശപ്പെട്ടതാണ് അവർ കഴിക്കുന്നത്. അതായത് അവരുടെ സ്വന്തം ഉപ്പ അധ്വാനിക്കുന്ന ക്യാഷ്, അതിൽ നിന്നുള്ള അന്നമാണ് എൻ്റെ മക്കൾ കഴിക്കുന്നത്. അതിലും വലിയ എന്ത് ഹറാമും എന്ത് ഹലാലും. എൻ്റെ മക്കൾ അവർ കഴിക്കുന്ന ഭക്ഷണം അവർക്ക് അവകാശപ്പെട്ട ഭക്ഷണമാണ്. അല്ലാതെ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ പിന്നെ ചതിച്ചും വഞ്ചിച്ചും വാട്സപ്പിൽ കൊണ്ടുവന്ന് വീഡിയോ കോൾ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമല്ല. അങ്ങനെ വാങ്ങിച്ചുണ്ടാക്കിയ പണം കൊണ്ടല്ല എൻ്റെ മക്കൾ കഴിക്കുന്നത്. എൻ്റെ മക്കൾ കഴിക്കുന്നത് എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും അധ്വാനത്തിൻ്റെ ഫലമാണ് കഴിക്കുന്നത്. ഇനി അതിലും വലിയ എന്ത് ഹറാമ് ഹലാലാണ് നിനക്ക് കാണിച്ചു തരേണ്ടതെന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല. ഇനി ഇതെല്ലാം പോട്ട് എന്ന് വെക്കാം. എൻ്റെ 2 വോയിസ് കൊണ്ടുവന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എടേ അവിടെയും എൻ്റെ മഹത്വമാണ് നിനക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇതിലെവിടെ എന്ത് അവിഹിതമാണ് നീ കണ്ടത്? അതിലെ ഒരു വോയിസ് എന്ന് പറയുന്നത് ഒരു ഡ്രാക്കുള ഉണ്ട്, ഒരു കൂട്ടിക്കൊടുപ്പുകാരി പിമ്പ്. ആ പിമ്പിന് അറിയാവുന്നവനാണ് ഈ ഷാൻ എന്നിവൾ എന്നോട് പറയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്, നീ ചതിക്കപ്പെടാൻ പോവുകയാണ്, നിനക്കെന്തോ ആപത്ത് വരാൻ പോവുകയാണ്, ആ സ്ത്രീ ഒരു ബടക്ക് സ്ത്രീയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നിന്നെ ചതിക്കൂല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ട്, അതായത് എൻ്റെ അടുത്ത് എന്നെ വീഡിയോ ചെയ്യല്ലേ, നീ എന്നെക്കുറിച്ച് വീഡിയോ ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കാൽക്കൽ വീണപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കും. പക്ഷേ എപ്പോഴാണ് ഇവളെ ഞാൻ തിരിഞ്ഞ് ഇവളുടെ സ്വഭാവത്തിലെ മോശം ക്യാരക്ടർ എനിക്കല്ലെങ്കിലും അറിയാം, ഇവളൊരു മോശം ക്യാരക്ടറാണ് എന്നറിയാം. പക്ഷേ ഇവളെ ഞാൻ പബ്ലിക്കിൽ കൊണ്ടുവരണം എന്നാഗ്രഹിച്ചത് എൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സഹോദരനിൽ നിന്ന് ഞാൻ അറിയാതെ ക്യാഷ് വാങ്ങിച്ചു. അത് എന്ത് നിലപാടാണ് കൊച്ചേ, എന്ത് നിലപാടാണ്? അപ്പം ഇത് തന്നെയാണ് ഞാൻ പൊതുസമൂഹത്തെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ഇവളൊരു കള്ളിയാണ്, ഇവൾ ആളുകളെ, മറ്റുള്ളവരുടെ കുടുംബസ്ഥന്മാരെ, മറ്റുള്ള സ്ത്രീകളുടെ കുടുംബസ്ഥന്മാരെ വലയിലാക്കി പണം തട്ടിപ്പ് നടത്തുന്നു. അതിൻ്റെ ഒരു ഇരയായി എൻ്റെ സഹോദരനെ തന്നെ അവൾ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഞാൻ ചോദിച്ച ചോദ്യം. ഇവിടെ എന്ത് അവിഹിതമാണ് ഇവള്? എടാ നീ എൻ്റെ നേരെ അവിഹിതം ആരോപിച്ചു, ഞാൻ നീ നടത്തിയ അവിഹിതം തെളിവുകളോടെ സമർത്ഥിച്ചു. നീ എൻ്റെ നേരെ കളവുകൾ പ്രചരിപ്പിച്ചു, ഞാൻ നിന്റെ സത്യത്തെ തെളിവുകൾ നിരത്തി സമൂഹത്തിൽ പ്രദർശിപ്പിച്ചു. ഇനിയുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ, ഇനിയും എനിക്ക് നടത്താനുണ്ട്. അതുപോലെ എൻ്റെ ഇപ്പോൾ കല്യാണം കഴിച്ചിരിക്കുന്ന ആള് ഒരു തെറ്റും ചെയ്യാത്ത പാവം മണ്ണുണ്ണിയാണ് എന്ന് നീ പറഞ്ഞു. അതേ അവൻ തന്നെ ഇന്നലെ ഇന്നലത്തെ വീഡിയോയിൽ എങ്ങാണ്ട് പറയണം ഞാൻ കുത്തുകേസിലെ പ്രതിയാണ്. ഇനി അതും പോട്ടെന്ന് വെക്കാൻ നീ തന്നെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ മൊഴി കൊടുക്കാൻ പോകുന്നു ആലുവയിലെന്ന്. ഞാൻ എന്ത് ആരെങ്കിലും റേപ്പ് ചെയ്താടേ? ഞാൻ എന്ത് ആരെങ്കിലും കുത്തിക്കൊന്നാടേ? ഞാൻ ആരെങ്കിലും വീട്ടിൽ കയറി അവരുടെ സ്വർണവും മണവും ഒക്കെ മോഷ്ടിച്ചാടേ? ഈ പറയുന്ന നീ കാരണം ബാധിക്കപ്പെട്ട കുടുംബസ്ഥന്മാർ ഒരു പരാതിയായിട്ട് പോയ പൊന്നുമോളെ നീ ജയിലിൽ കിടക്കും. പൊന്നുമോളെ നീ ജയിലിൽ കിടക്കാനുള്ള വകയുണ്ട്. ഞാൻ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളിത് വിട്ടുകളയരുത്. നിങ്ങളുടെ ഫാമിലിയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ നിങ്ങളിത് പരസ്യമായി പബ്ലിക്കാക്കണം. നിങ്ങളത് പോലീസ് സ്റ്റേഷനിൽ പ്രൂവുകളോടെ, അവൾ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയ വോയിസുകളടക്കം നിങ്ങളത് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കോടതിയിലോ സബ്മിറ്റ് ചെയ്ത് ഈ സ്ത്രീയെ നിങ്ങൾ പബ്ലിക്കിൻ്റെ മുന്നിൽ എത്തിക്കണം. ഇവരാൽ ഇനി ഒരു കുടുംബങ്ങളും ബാധിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ഞാൻ കൺവിൻസ് ചെയ്യിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന ധൈര്യവും സപ്പോർട്ടും കൊടുത്ത് ഞാൻ അവരെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്നത് വരെ മാത്രമേ ഉള്ളൂ മോളെ.
നിന്റെ ഈ ആട്ടക്കലാശവും അഴിഞ്ഞാട്ടവുമെല്ലാം. ഇതേ പൊതുജനങ്ങളുടെ മുന്നിൽ നിന്റെ തട്ടിപ്പും ഹണി ട്രാപ്പും ബീൻ ഫാമിലി എന്ന ഞാൻ പൊളിച്ചെഴുതിയിരിക്കും.